ഹസൻ ബാഖവി മുട്ടന്നൂർ എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയതാണ്. ഈ മുസ്ലിയാർ ഈ പുസ്തകത്തിൽ പറയുന്ന ഭാഗം വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? മുജാഹിദികൾ ആദ്യമായിട്ട് പറയുകയാണ്, കേട്ടോളൂ. മൗലിദാഘോഷവും മൗലിദ് ഓതലും അനിസ്ലാമികമാണെന്നാണല്ലോ അവാന്തര വിഭാഗങ്ങൾ കവലകൾ പ്രസംഗിച്ച് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത്. എന്താ മുജാഹിദികൾ പറയുന്നത്? അവാന്തര വിഭാഗം നമ്മളെ പറ്റിയൊക്കെയാണ് ഇത് പറയുന്നത്. മൗലിദാഘോഷവും മൗലിദ് ഓതലും അനിസ്ലാമികമാണെന്നാണല്ലോ അവാന്തര വിഭാഗങ്ങൾ കവലകൾ പ്രസംഗിച്ച് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത്. അനിസ്ലാമിക് എന്ന് പറഞ്ഞ ബിദ്അത്തിനാണോ ശിർക്കിനാണോ പറയല്? ബിദ്അത്തിനാണോ ശിർക്കിനാണോ പറയല്? ഇത് നിങ്ങൾ തന്നെ ഞങ്ങളുടെ വാദം ഇതാണെന്ന് പറഞ്ഞ് എഴുതിയതാ. ആരെഴുതി? ഹസൻ ബാഖവി മുട്ടന്നൂർ എന്ന് പറയുന്ന ആള്. പറയട്ടെ, അതുകൊണ്ട് തന്നെ ആ സംവാദ വ്യവസ്ഥയിൽ ഞങ്ങൾ വ്യക്തമാക്കിയ പോലെ അത് ആവർത്തിക്കുന്നു. ആ നിലക്ക് മൗലിദ് കിതാബുകള്, അതിലുള്ള വരികള് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ അത് ബിദ്അത്താണ്. അവയിൽ പലതിലും ശിർക്കുള്ളവയുണ്ട്. അതുകൊണ്ട് ആ ജാതി മാലകളും മൗലിദുകളും ഒക്കെ ഒഴിവാക്കണേ എന്നാണ് ഈ സമൂഹത്തോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി എന്താണ്? 5 മൗലിദുകൾ ഇവര് മുസ്ലിയാക്കന്മാർ എടുത്തു കാണിച്ചില്ലേ? ആ സമയത്ത് എന്തേ നിങ്ങൾക്ക് അതിന് തയ്യാറായിക്കൂടെ? അതിന് മറുപടി ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗലിദുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ച അത് പിന്നീട് ആവശ്യമില്ലാത്ത നിലക്ക് ഏതായാലും നമ്മൾ മെനക്കെടല്ലേ എങ്കിൽ അതൊന്ന് മുതലാകുന്ന നിലക്ക് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കട്ടെ ചർച്ച. അല്ലെങ്കിൽ ഞങ്ങൾക്കും പറഞ്ഞുകൂടായിരുന്നു സിദ്ദീഖ് മൗലിദിൽ മാത്രം നടക്കട്ടെ ചർച്ച എന്ന്? ഞങ്ങൾക്കും പറഞ്ഞുകൂടെ? ഞങ്ങൾക്കറിയാലോ അലവി സഖാഫിന്റെ ലൈനല്ല റഷീദ് സഖാഫിന്റെ ലൈനിലല്ല അലവി സഖാഫിൽ ഞങ്ങൾക്കറിയാലോ. പേരോന്റെ ലൈനിലല്ല ഈ നമ്മുടെ നെല്ലിക്കുത്തുള്ളത്, നെല്ലിക്കുത്തിന്റെ ലൈനിലല്ല പേരോറിൽ ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ അത് പോരാ. ഞങ്ങൾക്ക് ആ സംവാദം നടക്കുമ്പോ കുറെ മനുഷ്യന്മാര് ഇതന്നെ നോക്ക് 5-8 മണിക്കൂർ മനുഷ്യന്മാർ ഇരുന്ന് മെനക്കെട്ടതല്ലേ? അല്ലേ? അത് ഏത് വിഭാഗമായാലും അല്ലേ? എന്നിട്ട് ആ മെനക്കെടുന്നത്, റിസ്ക് എടുക്കുന്നത് മുതലാവണ്ടേ? അതിന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് നടക്കട്ടെ. ഇന്ന് കേരളത്തിൽ പ്രചാരത്തിലുള്ള മുഴുവൻ മൗലിദിലും ചർച്ച നടക്കട്ടെ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? തയ്യാറുണ്ടോ നിങ്ങളെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് മാനമര്യാദക്ക് മറുപടി പറയാൻ 5 ഒന്നുപോലും തയ്യാറായില്ല എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ സുഹൃത്ത് നബീൽ രണ്ടത്താണി ആ ചർച്ചയിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. 5 മൗലിദ് നിങ്ങൾക്ക് തയ്യാറായി കൂടെ എന്ന് അവർക്ക് വേണ്ടി ഐക്യവേദിയുടെ ആളുകൾ ഞങ്ങൾ ചോദിച്ചപ്പോ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞത് എന്താണ് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നബീൽ രണ്ടത്താണി വിശദീകരിക്കുന്നു. ഈ 5 മൗലൂദിന് നിങ്ങൾ മറുപടി തയ്യാറുണ്ടോ? ഞങ്ങളിവിടെ ആദ്യം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞെന്താണ്? ഈ 5 അടക്കം എല്ലാ മൗലിദും ബിദ്അത്താണ്, അനാചാരമാണ്. പല മൗലിദുകളിലും ശിർക്കും അതേപോലെ തന്നെ കുഫറും ഉണ്ട്. വ്യവസ്ഥ എഴുതുമ്പോ ഈ 5 പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില എന്തായാലും വരാൻ പാടില്ല. മറ്റുള്ള മൗലൂദ് എല്ലാതും എതിർക്കുന്നു പറയാൻ പാടില്ല. ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ? അല്ല, അവർ അംഗീകരിക്കുന്ന മൗലൂദ് എന്നാ പറഞ്ഞത്. ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ? അല്ലല്ലോ. ഈ 5 ചർച്ച കഴിഞ്ഞാൽ നാളെ വേറെ 5 വരും, മറ്റന്നാളെ വേറെ 5 വരും. ലക്ഷക്കണക്കിന് മൗലൂദുകൾ വരാനുണ്ട്. ഇതൊക്കെ തീരണം. ആ ഒക്കെ തീരാനുള്ള ഏറ്റവും വ്യക്തമായ വാദമാണ് ഞങ്ങളത്. പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രയാസങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മൗലിദ് പാരായണം നടത്തുക എന്നത് ബിദ്അത്താകുന്നു. അതിൽ പല മൗലിദുകളിലും എന്തുണ്ട്? ശിർക്കുണ്ട് എന്നാണ് നമ്മളുടെ വാദം. അത് കൃത്യമായി നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. നാളെ മറ്റന്നാളും വേറെ 5, പിന്നെ വേറെ 5, പിന്നെ വേറെ 5, ഇങ്ങനെ ലോകാവസാനം വരെ മൗലൂദിന്റെ 5 വീതെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാകാൻ സംഗതമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണേ. അപ്പോ ഇതാണ് കാര്യം. ഇതുകൊണ്ടാ അല്ലെങ്കിൽ ഓരോന്നും ചർച്ചയ്ക്കൊണ്ട് വിഷമം ഉണ്ടായിട്ടല്ല. ഒരു സംഗതിക്ക് നമ്മൾ ഏതായാലും മെനക്കെട്ട് ഇറങ്ങുമ്പോ അതൊരു കാര്യത്തിലാവണല്ലോ. കാര്യത്തിലായില്ലേ?
എന്തേ നമ്മുടെ നാട്ടിലുള്ള സബീന, അത് നിങ്ങൾക്ക് കാണാം ശേഷം. എന്ത് ഐക്യവേദിയുടെ സഹോദരങ്ങള്, അതിലെ പ്രവർത്തകര് അവരുടെ വീട്ടിൽ പാരായണം ചെയ്തൊരു മൗലിക കിതാബ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് വെച്ചിട്ട് ചർച്ചകൾ തയ്യാറുണ്ടോ? ഇല്ല, അതിന് തെറ്റുണ്ട്, അതിന് ശരിയല്ല, അത് മുഴുവൻ ശരിയല്ല. എന്നാ ചോദിച്ചു, അതിലെ 12 ലിസ്റ്റ് നമുക്ക് കേൾക്ക ശേഷം 12 1 2 3 12 വായിച്ചു. അതിന് തയ്യാറുണ്ടോ ഉസ്താദേ? ഇല്ല. വേദി കയറിയാലേ മുജാഹിദീങ്ങളോട് സ്റ്റേജിലേക്ക് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, വന്നോളൂ, ഏതും ചോദിച്ചോളൂ എന്ന് പറയുന്ന നമ്മുടെ സാധു കഹവി വല്ലാതെ കുടുങ്ങിപ്പോയ രംഗമായിരുന്നു അത്. ശേഷം കാണാം ഇൻഷാ അല്ലാഹ്. പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം മൗലിദുകളെ പറ്റി പറയുന്നു, അതിൽ ശിർക്കുള്ളവ ഉണ്ട്. അതേപോലെ പുണ്യമെന്ന് വിചാരിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അതിൽ കള്ളക്കഥകളുണ്ട്. ഈ കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എന്നും എപ്പോഴും തുറന്നു പറയുന്നു. ഇതിടക്കൊരു സംഗതി, ആ റോഡ് ബ്ലോക്ക് ആക്കാതെ ഒന്ന് ലേശം മാറിക്കൊടുക്കുക, ഒന്നാട് സൈഡിലേക്ക് നിന്ന് കൊടുക്കുക. സഹോദരന്മാരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ മൗലിദുകൾ ശിർക്ക് ഉണ്ടോ ഇല്ലേ, അതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. പരിശോധിക്കാം നമുക്ക്. ഉദാഹരണം പറഞ്ഞാൽ മങ്കൂസ് മൗലിദിൽ തന്നെയുള്ള ഒരു വരി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇർതകബതു, അല്ലേ? ഇർതകബതു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ വരി മുജാഹിദുകൾ അവരുടെ വേദികളിൽ പ്രസംഗിക്കാറുണ്ട്, എടുത്തു വെച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇതിനർത്ഥം എന്റെ വക പറയുന്നില്ല, ഞങ്ങളുടെ വക പറയുന്നില്ല. കേട്ടോ, ഇതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പട്ടാമ്പിക്കാനായ മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ആള്, മുഹമ്മദ് മാസ്റ്റർ പട്ടാമ്പി എന്ന് പറയുന്ന ആള് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണിത്. മൗലിദിന്റെ ആവശ്യവും പ്രസക്തിയും മങ്കൂസ് മൗലിദ് പരിഭാഷ. ഈ പുസ്തകത്തിൽ പറയുന്ന അർത്ഥം കേട്ടോളൂ. എന്താണ്? എണ്ണവും പരിധിയുമറ്റ വിധം തെറ്റുകളിൽ മുഴുകിപ്പോന്നവനാണ് ഞാൻ. അക്കാര്യത്തിൽ പശ്ചാത്താപഭാരത്തോടെ ഞാൻ അങ്ങയോട് തന്നെയാണ് സങ്കടമുണർത്തുന്നത്, എന്റെ നാഥനായ പ്രവാചക പ്രഭുവായ നബിയേ. എന്റെ നാഥനായ പ്രവാചക പ്രഭുവായ നബിയേ, നിങ്ങളോടാണ് ഞാനത് ബോധിപ്പിക്കുന്നത്, സങ്കടമുണർത്തുന്നത്. നിങ്ങൾ ആലോചിക്കും സഹോദര, ഇത് ഞങ്ങളുടെ വക പരിഭാഷ അല്ല. മുഹമ്മദ് മാസ്റ്റർ പട്ടാമ്പി എന്ന് പറയുന്ന ഈ വല്ലപ്പുഴക്കടുത്ത നാടാണല്ലോ പട്ടാമ്പി. അവിടെയുള്ള ഒരു മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യൻ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയാണ് എന്റെ കയ്യിലുള്ളത്. ഇതിനെ ഞാൻ വായിച്ചത്. കേട്ടോ ഒന്നുകൂടെ. എണ്ണവും പരിധിയുമറ്റ വിധം തെറ്റുകളിൽ മുഴുകിപ്പോന്നവനാണ് ഞാൻ. അക്കാര്യത്തിൽ പശ്ചാത്താപഭാരത്തോടെ ഞാൻ അങ്ങയോട് തന്നെയാണ് സങ്കടമുണർത്തുന്നത്, എന്റെ നാഥനായ പ്രവാചക പ്രഭുവായ നബിയേ. ഞങ്ങൾ പറയണ്ടേ ഇതിനെതിരെ? പിന്നെ മുസ്ലിയാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ചൊല്ലുന്നതും പറയുന്നത് ഏത് വിശ്വാസത്തോടെയാണ്? അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയ കാണും, കേൾക്കും, അറിയും, പ്രവർത്തിക്കും എന്ന രൂപത്തിലല്ലേ ആണ്. നമ്മൾ വെറുതെ പറയുകയല്ല. ഇതാ ഷെയ്ഖ് ജീലാനി സപ്ലിമെന്റ്, ഇതിൽ മുഹീദ്ദീൻ കുഴിപ്പർ എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയതാണ്. വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന് പറയുന്ന ലേഖനത്തിൽ പറയുന്നു, കേട്ടോളൂ. അതിന്റെ ഉദ്ദേശം ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് കൊടുത്തിട്ട് പറയുകയാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അള്ളാന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ല കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയുമത്രേ, അല്ല കാണുന്ന പോലെ കാണാൻ കഴിയുമത്രേ, അല്ല പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയുമത്രേ. ഇപ്പുറത്ത് പറയുന്നുണ്ട്, അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. എങ്ങനെ? അള്ളാഹു സഹായിക്കുന്ന പോലെ. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസത്തോടെ അല്ലേ നിങ്ങൾ ഇർതകബത്ത് ചൊല്ലുന്നത്? അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ തുറന്നൊന്ന് പറയണം ഈ നാട്ടുകാരോട്, ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല, ഈ മുസ്ലിയാർ എഴുതിയത് അബദ്ധമാണ് എന്ന്, തെറ്റാണ് എന്ന്. സബീനയുടെ വിഷയം സമ്മതിച്ച പോലെ, 155 വക മൗലിദിന്റെ വിഷയം സമ്മതിച്ച പോലെ, നാട്ടിൽ നടപ്പുള്ള 2222 വകയും 1111 വകയും 660